പിന്നെ ഞങ്ങളെ കാശ്മീരിലെ രണ്ടാമത്തെ ദിവസമാണ്. പിന്നെ നമ്മൾ സോൻമാർഗിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടിപൊളിയായിരുന്നു, വേറെ ലെവൽ സ്ഥലം തന്നെ. ഒരു 5 മണി വരെയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, തണുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫുള്ള് അടിച്ച് പൊളിച്ച് നടന്ന് ഫോട്ടോയും വീഡിയോസും കരികെടുത്ത് മഞ്ഞിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സൂര്യൻ അങ്ങ് പോയപ്പോൾ ഒരു തണുപ്പ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റിയില്ല. എങ്ങനെയും താഴെ എത്തിയാൽ മതി എന്നുള്ള സ്ഥിതിയായിപ്പോയി. അപ്പാരെ തണുപ്പ്. എന്നാൽ നമ്മൾ ബൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇച്ചിരി മഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. മഞ്ഞ് കളിച്ചപ്പോൾ കൂടെ അങ്ങ് തണുത്ത് ഐസാവാൻ തുടങ്ങി കാലൊക്കെ. പിന്നെ എങ്ങനെയോ താഴെ ഇറങ്ങി, വീഡിയോ ഒന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ താഴെ ഇറങ്ങി ബൂട്ടൊക്കെ കഴിക്കാനായി ഒരുപാട് ബുദ്ധിമുട്ടി. നമുക്ക് കുനിയാനൊന്നും വയ്യായിരുന്നു, ബെൻഡ് ചെയ്യാനൊന്നും വയ്യായിരുന്നു. പിന്നെ അവരെ ബൂട്ട് അയച്ചു. നമ്മളെ ഷൂവിൻ്റെ ലേസൊക്കെ പറഞ്ഞാൽ മൊത്തം കട്ട പിടിച്ചിട്ട് ഐസായിപ്പോയി. ലേസ് കെട്ടാനൊന്നും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു താഴെ വന്നപ്പോഴേക്ക്. അതൊരു വല്ലാത്ത തണുപ്പായിപ്പോയി. അതുവരെ നമ്മളിങ്ങനെ ജോലിയായിട്ട് നടന്നായിരുന്നു. ആ ഒരു ടൈം അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് ഒന്നിനും വയ്യാതായിപ്പോയി. പിന്നെ അതിനെക്കാട്ടും തണുപ്പാണ് ഇവിടെയാണ് പറയുന്നത്, ഗുൽമർഗിൽ സോൻമാർഗിനെക്കാട്ടും കൂടുതൽ തണുപ്പ് അറിയുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇന്ന് അവിടെ പോയി നോക്കട്ടെ ബാക്കി സ്ഥിതികൾ. അങ്ങനെ 9:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടു. അപ്പോൾ ടാൻമാർഗ് പറഞ്ഞ ഒരു സ്ഥലം വരെ നമ്മൾ പോകുന്ന വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് യൂണിയൻ കാർ എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. 2500 രൂപയാണ് റേറ്റ് വരുന്നത്. 7 പേർക്ക് ഒരു കാറിൽ പോകാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. 2 സൈഡിലും മഞ്ഞൊക്കെ വീണ് മരങ്ങളൊക്കെ ആയി. മറ്റേ പൈൻ ട്രീ ആണ് ഈ കാണുന്നത്. അതിലൊക്കെ നിറയെ മഞ്ഞ് വീണുകൾ നിറഞ്ഞിട്ട് നല്ല ഭംഗിയായി കാണാൻ വേണ്ടി. വരുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ പൈപ്പ് പൊട്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് അത്യാവശ്യം നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു വരുമ്പോൾ തന്നെ. അവിടെ നമ്മൾ ഉച്ചയായി ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ 12 കഴിഞ്ഞു എത്താനായിട്ട്. കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ. അത് നമ്മളെ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ എടുത്ത് നമുക്ക് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. കേബിൾ കാറിൻ്റെ ഒരു മെക്കാനിക്സ് ഇതാണ് കേട്ടോ. ഈ പച്ച ഇതിലാണ് നമ്മൾ ഫേസ് 1 പോകുന്നത്. ഫേസ് 1 ഇറങ്ങാതെ നേരിട്ട് ഫേസ് 2 പോകാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. കാരണം സമയം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുകളിൽ പോയി കണ്ടിട്ട് താഴോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയായിരുന്നു കേട്ടോ കേബിൾ കാർ റൈഡ്. അത് താഴെ മൊത്തം മഞ്ഞ് മരങ്ങളൊക്കെ ആയിട്ട് നമ്മളിതിൻ്റെ പൊക്കത്തൂടെ പോകാൻ നല്ല ഭംഗിയാണ്. നല്ല ഹൈറ്റും ഉണ്ട് സംഭവം. നമുക്ക് വീഡിയോയിലൊന്നും കാണുന്ന പോലെയല്ല, നേരിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല ഹൈറ്റ് കൂടെയാണ് സംഭവം പോകുന്നത്. ഇതിൻ്റെ ഗ്ലാസ് അത്ര വൃത്തിയില്ല, മൊത്തം സ്ക്രാച്ചും അതും പാടുകളൊക്കെ ആയിട്ട് അങ്ങനെ ക്ലിയർ ഇല്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാർ ഫേസ് 1 വരെയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഫേസ് 2 അടുത്ത കേബിൾ കാർ മാറി കയറാൻ. അപ്പോൾ അതൊരു റെഡ് കളറാണ് ഈ കാണുന്നതാണ് കേട്ടോ. ഇതിൽ കയറിയിട്ട് വേണം നമ്മൾ ഫേസ് 2 പോകാൻ വേണ്ടി. ഈ കാണുന്നതാണ് ഫേസ് 1. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്ക് എത്തുന്തോറും ഇമാതിരി വ്യൂ ആട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. 13,000 അടി ഉയരത്തിലാണ് ഫേസ് 2 സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ ചുറ്റും താഴോട്ട് നോക്കി മൊത്തം ഇതേപോലെ മഞ്ഞായി കിടക്കുകയാണ്. ഇവിടെ എത്തിയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വേറെ ഏതോ ഗ്രഹത്തിലെത്തിയ പോലെ. നമ്മൾ സിനിമയിലൊക്കെ കൊണ്ട് ചന്ദ്രനിലും അവിടെയൊക്കെ പോയി ഇറങ്ങി കാണുന്ന അതേപോലെ ഒരു വ്യൂ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. നമ്മൾ സോൻമാർഗ് പോയവരല്ല കേട്ടോ ഇവിടെ എൻ്റെ കുറച്ച് ഡിഫറെൻ്റാണ്. കാരണം ഇവിടെ സ്നോ ഒക്കെ ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചാണ് കിടക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ ഐസൊക്കെ പോലെ ഭയങ്കരമായിട്ട് ഉറച്ച് കിടക്കും. അപ്പോൾ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് സ്ലിപ്പാവുകയും ചെയ്യും.
ഫേസ് 1 അത്ര ആൾക്കാർ ഇവിടെ അല്ല, ഇവിടെ ആൾക്കാർ കുറവാണ്. ആ മലനിരകൾ കണ്ടു, അതാണ് ഇവിടെ കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയും ഉയരത്തിന് പൊക്കത്ത് ഇവിടെ മിലിറ്ററിക്കാരുണ്ട് കേട്ടോ. ഈ കൊടും തണുപ്പത്ത് അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് അവർ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെയൊക്കെ ജീവിതം എത്രയോ സുഖമാണെന്ന് തോന്നും. കാരണം അവർ കൊടും തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഡ്യൂട്ടി ടൈം എത്ര നേരമാണെന്ന് അറിയില്ല, ആ ടൈം ഫുള്ള് ഒരേ നിൽപ്പാണ്. ഇരിക്കാനും പറ്റത്തില്ല, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല, ഒരേ നിൽപ്പായിരിക്കും അവരിങ്ങനെ. ഇത് കണ്ടോ, ഇവിടെ അങ്ങനെ ഒരുപാട് ഹൈറ്റിൽ മഞ്ഞൊന്നുമില്ല, പക്കയായിട്ട് എന്താ പറയുക സെറ്റായി കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് വഴുക്കും കിടന്നിട്ട്. ഞാൻ വിചാരിച്ച അത്ര തണുപ്പും അങ്ങനെ ശ്വാസതടസ്സവും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ പേഴ്സണലി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ശ്രീജയ്ക്കും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഫേസ് 2 കാഴ്ച കണ്ട് അധികം ലേറ്റ് ആകാതെ തന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് നല്ല അടിപൊളി കാണാനായിട്ട്. നമ്മൾ കറക്റ്റാണ് ഉയരത്തും താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. ചെറിയൊരു പേടിയൊക്കെ തോന്നും ദൂരേക്ക് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ, എന്നാലും കാഴ്ച പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ താഴെക്കൂടെ പോകുന്ന സാധനം കണ്ടോ, ഇതും ഇവിടെയുള്ളൊരു തന്നെയാണ്. പക്ഷെ ഇത് മുകളിലോട്ടില്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എങ്ങാനും ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് റിട്ടേൺ വന്നിട്ട് അങ്ങനെ ഒരു അപകടമൊക്കെ ഉണ്ടായതായിട്ട്. അങ്ങനെ നമ്മൾ ഫേസ് 1 എത്തിയിട്ടുണ്ട്. ഈ മലകൂടെ പോകുന്ന റെഡ് കേബിൾ കാർ വഴിയായിട്ടാണ് നമ്മൾ ഫേസ് 2 പോയിരുന്നത്. അത് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ പോയി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഹെലികോപ്റ്ററിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെലികോപ്റ്റർ കയറിയിട്ട് നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങി കാണാനൊക്കെ പറ്റും. അത് അത്യാവശ്യം നല്ല റേറ്റാണ്. അത് നമ്മൾ ആ വഴിക്കൊന്നും പോയതേ ഇല്ല. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചാണ്. പിന്നെ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിങ്ങനെ പോകണം. ഇവിടെ ആകെ കിട്ടുക പറഞ്ഞാൽ മാഗി മാത്രമേ കിട്ടത്തുള്ളൂ. 10 രൂപയുടെ മാഗിക്ക് 50-100 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. ഇതിലാണ് ഗൈസ് 100 രൂപ. ഭയങ്കര നഷ്ടമാണ് കേട്ടോ. പക്ഷെ 100 രൂപയുടെ 10 രൂപയുടെ മാഗിയാണ്. മലമുകളിൽ വരുന്തോറും പൈസ കൊടുക്കും. ₹100 വില കൂടിയ മാഗിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വെള്ളമാണല്ലോ. ടേസ്റ്റ് ഉണ്ടാ? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഏട്ടാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫേസ് 1 നിന്നും ഇറങ്ങാൻ പോവാണ്.
ഇറങ്ങുന്ന തന്നെ ആരെങ്കിലും ഒരാളെ കണ്ടിട്ടുകൊണ്ട് റീല് ഷൂട്ട് ചെയ്യിപ്പിക്കാൻ വന്നായിരുന്നു. ഇനി ആവശ്യത്തിന് ആളെ കാണുമോ എന്തോ. കാരണം തണുപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഒരേപോലെ ഭംഗിയുള്ള. ഈ 3 സ്ഥലങ്ങൾ ഏതോ ഭംഗിയുള്ളത് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. ഇന്നലെ പോയപ്പോൾ അവിടെ ഇന്ന് വരുന്ന വഴിയാട്ടോ അടിപൊളി. ഗുൽമർഗിലോട്ട് വരുന്ന റോഡ് 2 സൈഡും അതിൻ്റെ പൈൻമരങ്ങൾ നിറഞ്ഞിട്ട് അതിൽ മൊത്തം മഞ്ഞായിട്ട് നല്ല അടിപൊളിയായി കാണാൻ വേണ്ടി. ഓക്കെ ആയിരുന്നോ? അതൊരു നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. സെറ്റ് അത് വീഴും തോന്നുന്നു. പോയിട്ട് മാറുന്നു വഴി മാറ്. പയ്യപ്പോ നിരങ്ങിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പൊ ശ്രീ എങ്ങനെയുണ്ട് ഗുൽമർഗ്? അങ്ങനെ ഗുൽമർഗിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ. ഇന്ന് കാശ്മീരിലെ ഞങ്ങളുടെ 3ാമത്തെ ദിവസമായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ എവിടെ പോകുന്നത് വെച്ചാൽ ഇവിടെ ഉള്ള ഫേമസ് ആയ ഒരു ഡിഷുണ്ട്, മട്ടൻ ഹരിസ പറഞ്ഞിട്ട്. അപ്പം അത് കഴിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങി പോവാണ്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുമ്പോഴേക്ക്. അത് രാവിലെ പോയാൽ നല്ല ചൂടോടെ കിട്ടുന്നതാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഐറ്റം. മട്ടൻ അരിസയാണ് ആ കോരി പാത്രത്തിലേക്ക് ഇടുന്നത്. അതും അതിൻ്റെ ഒപ്പം ഒരു റൊട്ടിയും കിട്ടും. അത് രണ്ടാണ് ഇവിടുത്തെ പ്രധാന ഒരു സംഭവം. ഇതെല്ലാം ദാൽ ലേക്കിൻ്റെ ഓരോരോ സൈഡുകളാട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ് കാശ്മീരിലെ. ഇന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവും. നാളെ വെളുപ്പിനെയാണ് നമുക്ക് 4 മണിക്കാണ് ട്രെയിൻ വരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ പെഹൽഗാമയിൽ പോകാനായിരുന്നു ഇരുന്നത്. അപ്പോൾ 3 ദിവസമായിട്ട് എല്ലാവർക്കും മഞ്ഞ് വേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. 2 ദിവസം തന്നെ ധാരാളമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി. നമുക്കിവിടെ ഷിക്കാരി റൈഡും അങ്ങനെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ നമ്മൾ വിചാരിക്കുകയാണ്. ദാൽ ലേക്കിൽ പോയിട്ട് പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈറ്റ് സീനൊക്കെ കാണാമെന്നൊക്കെ വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വൈകിട്ട് പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ദാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഷിക്കാരകളുണ്ട്. ഒരു ഷിക്കാരയിൽ ടോട്ടൽ 4 പേര് കേട്ടോ പോകാൻ പറ്റുക. നമ്മൾ സോൻമാർഗിലും ഗുൽമർഗിലും ഇപ്പോൾ അതേ അവസ്ഥയാട്ടോ. ഇവിടെ ദാലിലേക്കിലും ഒരുപാട് ആൾക്കാർ കച്ചവടക്കാർ ഇങ്ങനെ വരും. നമ്മൾ വേക്കുന്ന പോവില്ല. കച്ചവടത്തിന് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരിക, അതേപോലെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ധാരാളം ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. ഇതിലൊന്നും ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് എണ്ണുണ്ട്. നിരത്തി ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കാശ്മീരിൽ മാത്രം കിട്ടുള്ളൂ എന്ന് പറയപ്പെടുന്ന ഒരു സാധനം മേടിക്കാനാണ്. അതായത് ഒരു വാൾനട്ട് ഫഡ്ജ് എന്നാണ് പറയുന്നത്. കാശ്മീരി വാൾനട്ട് ഫഡ്ജ്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്.
അപ്പോൾ നാട്ടിലോട്ട് പോകുന്നവരൊക്കെ നമ്മളിപ്പോൾ വന്ന എല്ലാവരും ഇത് വാങ്ങിയിട്ടായിരുന്നു മെയിനായിട്ട് നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. ഷിക്കാരാറായിട്ടോട്ട് കൂടി ഏകദേശം നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിട്ടോ. ഇന്ന് പഹൽഗാം പോകാത്തതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ മിസ്സായെന്നാണ് എനിക്ക് തോന്നുന്നത്. പഹൽഗാം കാരണം അത്രയും നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനായിരുന്നു. ശ്രീനഗറിലായാലും എവിടെയെങ്കിലും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതോടുകൂടെ കാശ്മീർ ട്രിപ്പിലെ വീഡിയോസ് എല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.